ഹായ് റിപ്പീറ്റേഴ്സ്, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. ഞാൻ ഡോക്ടർ ബിലാൽ ഫ്രം എഡ്യൂപോർട്ട്, ബിലോ 50 റാങ്ക് ഹോൾഡർ ആയിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് റിപ്പീറ്റേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി നീറ്റ് ജെഇഇ നാഷണൽ ടോപ്പേഴ്സിൻ്റെ വീഡിയോസും ഇൻ്റർവ്യൂസും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇന്ത്യയിലെ 20 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കിയ, അവർ ആ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തിച്ച ഘടകം എന്തായിരുന്നു എന്നതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. അതിൽ അവർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്, ചെയ്യാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് ഒരുപാട് മുന്നിലേക്ക് എത്താൻ, അടുത്ത 1.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലൊരു മികച്ച റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങളെ മുന്നിലേക്ക് എത്താൻ സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമതായി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ഇപ്പോൾ സീരീസ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ചെയ്യുന്നൊരു കാര്യം, 2-3 ദിവസം കഴിഞ്ഞ് വരാനിരിക്കുന്ന സീരീസ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കും. അത് കേവലം 2-3 ചാപ്റ്ററുകൾ അല്ലെങ്കിൽ 4 ചാപ്റ്റർ മാത്രമുള്ള പരീക്ഷകളാണ്. അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. ഈ സീരീസ് എക്സാമുകളുടെ ഗ്യാപ്പിനിടയിലും നിങ്ങൾ മുൻകഴിഞ്ഞു പോയ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. അതായത് ഒരു ദിവസം നിങ്ങൾ 16 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 മണിക്കൂർ മാത്രമേ നിങ്ങൾക്കിനി വരാനുള്ള 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്ററുള്ള പരീക്ഷയ്ക്ക് പഠിക്കാൻ മാറ്റി വെക്കാവൂ. ബാക്കി 6 മണിക്കൂർ മുൻപ് കഴിഞ്ഞു പോയ പരീക്ഷകളുണ്ടല്ലോ, അതിലെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാൻ, നിങ്ങൾ മറന്നു എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ, ഒരു ചാപ്റ്റർ പഠിക്കാൻ 8 മണിക്കൂർ കിട്ടിയാൽ നിങ്ങൾ അതിനകത്ത് ചാപ്റ്റർ പഠിക്കും. 10 മണിക്കൂർ കിട്ടിയ ആ സമയം കൊണ്ട് പഠിക്കും. 20 മണിക്കൂർ കിട്ടിയ അതുകൊണ്ട് പഠിക്കും. അതായത് എത്ര പഠിച്ചാലും നമുക്കത് ഫുള്ള് പഠിച്ച് തീർന്നു എന്ന് നമുക്ക് തോന്നൂല. നമ്മൾ അതിലൊരുപാട് സമയം സ്പെൻഡ് ചെയ്യും. പക്ഷേ അങ്ങനെ സീരീസ് എക്സാമുകൾക്ക് വേണ്ടി ആ 2-3 ചാപ്റ്റർ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, മുൻപ് നിങ്ങൾ പഠിച്ച പലതും മറന്നുപോകും. കുട്ടികളെ, നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഇയെ പോലെയേ അല്ല. ജെഇ നിങ്ങൾക്ക് ചാപ്റ്ററുകൾ മൊത്തം സ്കിപ്പായി പോയാൽ പോലും നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും, പഠിച്ചത് നല്ല ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ നീറ്റ് അങ്ങനെയല്ല. എല്ലാ ചാപ്റ്ററും നമുക്ക് അറിയണം, എല്ലാ ചാപ്റ്ററും നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ഒരു 10 മണിക്കൂർ ആ തൊട്ട് മുമ്പ് അടുത്ത എക്സാമിനും ബാക്കി 6 മണിക്കൂർ ഇനി ക്യുമുലേറ്റീവുകൾ വരാനിരിക്കുന്നുണ്ടാവുമല്ലോ, ആ ക്യുമുലേറ്റീവുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുൻപ് പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി റിവൈസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും ഇക്വേഷൻസും റാൻഡമായിട്ട് കുറച്ച് പ്രോബ്ലംസും സാറുമാരുടെ നോട്ട്സും വായിച്ച് നോക്കാം. ആൻഡ് വെൻ യു റിവൈസ് ബയോളജി, വളരെ സ്പീഡിൽ NCERT തന്നെയാണ് ബെസ്റ്റ്. NCERT നിങ്ങൾ ക്യുക്ക് റിവിഷൻ നോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം, അല്ലെങ്കിൽ NCERT ക്യുക്കായി റിവൈസ് ചെയ്ത് പോകാം. ആൻഡ് ഗൈസ്, എൻ്റെ ഒരു അഭിപ്രായം, ഓർഗാനിക് കെമിസ്ട്രി എന്താ പറയുക, കുറച്ചായിട്ട് റിവൈസ് ചെയ്യാതെ ഒരു ദിവസം അതിനെ നീക്കി വെച്ചിട്ട് ഒന്നിച്ച് റിവൈസ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത കേസിൽ നിങ്ങൾ ഈ ഒരു പ്രോപ്പർ റിവിഷൻ ഇതിനിടയിൽ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നിങ്ങൾ പഠിച്ച മുഴുവൻ ചാപ്റ്റേഴ്സും മറക്കാതെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസങ്ങളിലേക്ക് ഓർത്തിരിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി, മിക്കവാറും കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് കോൺഫിഡൻസ് പോകുമെന്ന് പറഞ്ഞ് ക്യുമുലേറ്റീവ് എക്സാമുകൾ എഴുതാതിരിക്കുക എന്നുള്ളത്. മക്കളെ, ഇതൊരു ഭയങ്കര മണ്ടത്തരാണ്. നിങ്ങളിങ്ങനെ എക്സാമുകൾ സ്കിപ്പാകുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ സ്കില്ല് നിങ്ങളിൽ നഷ്ടപ്പെടും. നിങ്ങൾക്ക് കൂടുതൽ ആങ്സൈറ്റി ഇഷ്യൂസ് വരും. നിങ്ങൾക്ക് എക്സാമിനെ കൊണ്ടുള്ള ഫിയർ കൂടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ പരീക്ഷാ ഹാളിലിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഞാൻ പലപ്പോഴും നാഷണൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള 1-ാം റാങ്ക് 2-ാം റാങ്കൊക്കെ കിട്ടിയ കുട്ടികളുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ക്യുമുലേറ്റീവുകളൊക്കെ എഴുതി അവസാനമായപ്പോഴത്തേക്ക്, അവസാനത്തെ എക്സാമുകളൊക്കെ ഗ്രാൻഡ് ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ പരീക്ഷയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഗ്രാൻഡ് ടെസ്റ്റും കഴിഞ്ഞ്, ലാസ്റ്റ് ഗ്രാൻഡ് ടെസ്റ്റും കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് നീറ്റ് എക്സാം പോയി എഴുതുമ്പോൾ ഒരു സങ്കോചവും ഇല്ലാതെ, യാതൊരു മാനസിക പിരിമുറുക്കങ്ങളും ഇല്ലാതെ അവർക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എക്സാമുകൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ എക്സാമുകളും എഴുതുക. ഒന്നും നമുക്ക് പഠിച്ചെത്തിയിട്ടില്ല എന്ന് എത്ര തോന്നിയാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ എക്സാമുകൾ എഴുതുക. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ, ആ മിസ്റ്റേക്കുകൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഭാഗങ്ങൾ പെട്ടെന്ന് തിരുത്താൻ നോക്കുക. അങ്ങനെ നമ്മൾ ഓരോ എക്സാമും കഴിയുമ്പോൾ തന്നെ അതിനകത്തെ മിസ്റ്റേക്കുകൾ നോക്കി നമ്മൾ തിരുത്തി എന്താ പറയുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിൽ കുറേ കാലത്തേക്ക് അത് ഓർമ്മയിൽ നിൽക്കും. മൂന്നാമതായി, പല കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്കാണ് പ്രോപ്പറായിട്ട് ഉറങ്ങാതിരിക്കുക എന്നുള്ളത്. പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടുന്നൊക്കെയാണ് അവരതിന് പറയുന്ന കാരണങ്ങൾ. പക്ഷേ മക്കളെ, ഇത് നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരവും മനസ്സും റിജുവനേറ്റ് ചെയ്യപ്പെടുന്നത്. പ്രോപ്പറായി ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ 3 നഷ്ടങ്ങളുണ്ടാവും.
അതെന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഉറക്കമൊഴിക്കുമ്പോൾ നിങ്ങളുടെ ക്ഷീണം കൂടും, നിങ്ങൾ കൂടുതൽ ക്ഷീണിക്കും. അങ്ങനെ ക്ഷീണത്തോടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയൊക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചാലും ഒരുപാട് സമയം നിങ്ങൾ പഠനത്തിൽ സ്പെൻഡ് ചെയ്യും, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെടുക്കാനോ ഓർമ്മയിൽ നിർത്താനോ കഴിയുകയില്ല. രണ്ടാമതായി, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ മെമ്മറി പ്രോസസ്സിങ് ആൻഡ് മെമ്മറി സ്ട്രെങ്തനിങ് നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. നിങ്ങൾ പ്രോപ്പറായി ഉറങ്ങാതിരിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറി വളരെ വീക്കായിട്ട് മാറും. ഒരുപാട് പഠിച്ച് ഒന്നും ഓർമ്മയില്ലാതിരിക്കുന്നത് വലിയ എന്താ പറയുക നഷ്ടമല്ലേ? അതുകൊണ്ട് അത് ചെയ്യരുത്. മൂന്നാമത്, ഉറക്കമില്ലായ്മ നമ്മുടെ മാനസിക പിരിമുറുക്കം കൂട്ടുകയും നമുക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ഈ ഡ്രഗ് അഡിക്ട്സിനെ പോലും അവരുടെ ഡ്രഗിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം എന്നുള്ളത്. കാരണം ആളുകൾ നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങുമ്പോഴേ നമ്മൾ മാനസികമായിട്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഉറക്കൊഴിക്കരുത്. അവസാനമായി, ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ പഠിച്ച് എവിടെ എത്തിയിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുന്നില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും എനിക്ക് മാർക്ക് കൂടുന്നില്ല, ഐ കാൺ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. അതുമാത്രമല്ല, മറ്റുള്ളവരോട് പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാവും പറയുന്നത്, ഞാൻ പഠിച്ച് എവിടെ എത്തിയിട്ടില്ല, എനിക്ക് മാർക്ക് കൂടുന്നില്ല, ഞാൻ ഈ പ്രാവശ്യം കിട്ടും തോന്നുന്നില്ല. നെവർ ഡു ദാറ്റ്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. അമേരിക്കൻ ചിന്തകനായ വിൻസെൻ്റ് പീലയുടെ വാക്കുകൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. വെൻ യു ഡൂ ദീസ് തിങ്സ്, നിങ്ങളിങ്ങനെ ആളുകളോട് പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദിസ് വിൽ ക്രിയേറ്റ് എ ഗ്രൂവ് ഇൻ യുവർ മൈൻഡ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇത് ആഴത്തിലുള്ള ഒരു മുറിവ് പോലെ, ഒരു വര പോലെ, ഒരു അടയാളം പോലെ സൃഷ്ടിക്കപ്പെടും. ആൻഡ് ബൈ റിപ്പീറ്റഡ്ലി ഡൂയിങ് ദിസ്, നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആലോചിക്കുമ്പോൾ, വീണ്ടും വീണ്ടും ഇത് ആളുകളോട് പറയുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ ആ അടയാളം, ആ ഗ്രൂവ് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിയുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ റിയാലിറ്റി ആക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇൻസ്റ്റഡ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചേഞ്ച് യുവർ ഐഡൻറ്റിറ്റി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ചേഞ്ച് ചെയ്യണം. വെദർ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓർ നോട്ട്, നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലേ, ഓക്കെ, നെവർ മൈൻഡ് ഇറ്റ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുക, യെസ് ഐ ആം ഇമ്പ്രൂവിങ് ഡേ ബൈ ഡേ. കഴിഞ്ഞ എക്സാമിൽ എനിക്ക് കുറേ തെറ്റ് വന്നു, ഫൈൻ. ആ തെറ്റുകൾ ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഐ ആം ഹാപ്പിയർ. നെക്സ്റ്റ് എക്സാമിൽ ഞാൻ കുറച്ചുകൂടെ അടിപൊളിയാവും. അടുത്ത എക്സാമിൽ ഐ ആം ഇമ്പ്രൂവിങ് ഡേ ബൈ ഡേ. സീരിയസ്ലി യു ആർ ഇമ്പ്രൂവിങ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. പ്ലസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ എക്സാമിന് വരുള്ളൂ എന്ന ഒരു രീതിയിൽ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴേ നമുക്ക് ഒരു പോസിറ്റിവിറ്റി വരുള്ളൂ. നോക്കൂ, ഒരുപക്ഷെ നമ്മുടെ എക്സാമിന് നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ പഠിക്കാത്തതും ചോദിച്ചേക്കാം. പക്ഷേ നമ്മൾ പഠിച്ചതേ ചോദിക്കൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ കിട്ടും. നമുക്ക് എക്സാമിനെ കുറച്ചുകൂടെ പിരിമുറുക്കം ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ തെറ്റുകൾ വരുത്തൂല. നമ്മൾ അറിയുന്ന ഉത്തരങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി എഴുതാൻ പറ്റും. ഇപ്പോൾ 2 ദിവസം മുമ്പ് പോലും കഴിഞ്ഞ വർഷം നമുക്ക് ചെറിയ മാർക്കിന് റാങ്ക് കുറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അറിയുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് തെറ്റിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തേ തെറ്റിച്ച്? സാറേ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ ആകെ ടെൻസ്ഡ് ആയിരുന്നു. നെവർ ഡു ദാറ്റ്. ഒരിക്കലും നിങ്ങൾ ആലോചിക്കരുത്. നമ്മൾ പരീക്ഷ എഴുതുന്നത് വരെ ആലോചിക്കേണ്ടത് നമ്മൾ പഠിച്ചതേ ചോദിക്കുന്നതാണ്. ഞാനൊരു അനുഭവം പറയാം. എൻ്റെ സെക്കൻഡ് ഇയർ MBBS പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മൈക്രോബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് വെൻ യു സ്റ്റഡി MBBS, നിങ്ങൾ MBBS പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, മൈക്രോബയോളജിയിൽ നമുക്ക് ബാക്ടീരിയകളെ കുറിച്ച് പഠിക്കാനുണ്ട്, മൈക്കോളജി ഫംഗസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, വൈറോളജി വൈറസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, പാരസൈറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ പാരസൈറ്റോളജിക്ക് യഥാർത്ഥത്തിൽ ഒരു സെപ്പറേറ്റ് ഇത്ര കട്ടിയുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അങ്ങനെ എൻ്റെ ബോർഡ് എക്സാം, എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേ ദിവസമാണ് ഞാൻ പാരസൈറ്റോളജിക്ക് വേറൊരു പുസ്തകമുള്ളത് ഓർക്കുന്നത്. ഞാൻ മറന്നുപോയിരുന്നു ആ കാര്യം. ഞാൻ പാരസൈറ്റോളജി തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം രാത്രി 9 മണി വരെ ഞാൻ ഈ പാരസൈറ്റോളജി പുസ്തകം തൊട്ടിട്ടില്ല. ഞാൻ മൈക്കോളജി തൊട്ടിട്ടില്ല. ആകെ ഞാൻ പഠിച്ചുള്ളത് വൈറോളജിയും ബാക്ടീരിയോളജിയും മാത്രമാണ്. അപ്പോൾ വലിയൊരു ഏരിയ എനിക്ക് പഠിക്കാൻ കിടക്കുന്നുണ്ട്. എന്തായാലും തോറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ച ഒരു സമയമായിരുന്നു അത്. പക്ഷെ ഞാൻ തയ്യാറായില്ല തോറ്റു കൊടുക്കാൻ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നമ്മൾ മാക്സിമം പഠിക്കുക, നമ്മൾ പഠിച്ചതേ ചോദിക്കുള്ളൂ, ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. സത്യമായിട്ട് ആ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് സിയാവുദ്ദീൻ എന്ന് പറയും, ഞങ്ങൾ രണ്ടാളും കൂടെ രാത്രി ഇരുന്ന് കുറച്ചൊക്കെ നോക്കി, കുറച്ച് ടോപ്പിക്സ് മാത്രം പാരസൈറ്റോളജി നോക്കി. ഞങ്ങൾക്ക് സമയമില്ല, മറ്റേത് തന്നെ പഠിച്ചത് എവിടെ എത്തിയിട്ടില്ല, ബാക്ടീരിയോളജിയും വൈറോളജിയും പോലും എവിടെ എത്തിയിട്ടില്ല. അപ്പോഴാണ് മറ്റേത് രണ്ടും തൊട്ടിട്ടേ ഇല്ല എന്നുള്ളത്, വലിയൊരു പുസ്തകം. പക്ഷേ അടുത്ത ദിവസം പോയിട്ട് പരീക്ഷ എഴുതി. ഞങ്ങൾ പഠിച്ചതായിരുന്നു ചോദിച്ചത്,
മൈക്രോബയോളജിയിൽ അത്യാവശ്യം നല്ല മാർക്ക് എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ 6 മാർക്ക് എങ്ങാണ്ട് എനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. അതായത് ഞങ്ങൾ പഠിച്ചത് ചോദിച്ചുള്ളൂ. ബാക്ടീരിയോളജിയിൽ ആകെ ചോദിച്ചത്, സോറി, പാരസൈറ്റോളജിയിൽ ഞങ്ങൾ പഠിച്ച കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ചോദിച്ചത്, ബാക്കിയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ആ എക്സാം എഴുതിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചപ്പോൾ സംടൈംസ് നമുക്കറിയില്ല, ഇത് നമ്മുടെ ഭാഗത്തായിരിക്കും. സോ ഓൾവേസ് ബിലീവ് ഇൻ ദാറ്റ്. നമ്മൾ നമ്മുടെ പണി എടുക്കണം. അതേ സമയത്ത് നമ്മൾ ഈ നെഗറ്റീവ് സൈഡ് ഒരിക്കലും ആലോചിക്കാതിരിക്കുക. ഇങ്ങനെ നല്ലൊരു മോഡിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോവുക. ഈ പ്രാവശ്യം തന്നെ നമുക്ക് നല്ല റാങ്ക് കിട്ടണം, നല്ല റാങ്ക് ഈ പ്രാവശ്യം തന്നെ കിട്ടണം. ഒരിക്കലും അടുത്ത വർഷം എന്നൊന്നും നമ്മൾ ആലോചിക്കാനേ തുടങ്ങണ്ട. ഒരിക്കലും അങ്ങനെ നിൽക്കരുത്. പോസിറ്റീവായിട്ട് മാത്രം ആലോചിക്കുക, മാക്സിമം പോവുക. ഇതൊരു യുദ്ധമാണ്. നമ്മളൊരു യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കിടങ്ങിൽ വീഴാൻ പോകുമ്പോൾ നമ്മൾ ഇനി വീണോട്ടെ, അടുത്ത ജന്മം ജനിച്ചിട്ട് വീണ്ടും ഒരു മനുഷ്യനായിട്ട് ജീവിക്കാമെന്നല്ലല്ലോ ആലോചിക്കുക. എങ്ങനെയെങ്കിലും പിടിച്ച് കയറുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പിടിച്ച വള്ളിയിൽ നമ്മൾ പിടിച്ച് കയറി രക്ഷപ്പെടും. അതിനുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. വർക്ക് ഫോർ ഇറ്റ്. എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ. ബൈ.